ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എലമെൻറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ഭാഗമാണ് അല്ലേ. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സംഖ്യാപരമായ ശാസ്ത്രമാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ന്യൂമറിക്കൽ സയൻസ് എന്ന് പറയും. ഓക്കെ, നമുക്കിതിൽ പഠിക്കാനുള്ള വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, ഡെഫിനീഷൻ നോക്കണം, ഡാറ്റ കളക്ഷൻസ്, അനലൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയാലാണ് അത് എന്തായി മാറുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനീഷൻ നമുക്ക് നോക്കാം. അതായത് കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റാസ് ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റാസ്. ഓക്കെ, നെക്സ്റ്റ് ഈ കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് നോട്ട് എ ന്യൂ ഡിസിപ്ലിൻ ഓഫ് ബട്ട് ഈസ് ഓൾഡ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്സെൽഫ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ ഡാറ്റാസിലേക്ക് പോകും. നമുക്കൊരു ഫാക്ടറി അല്ലെങ്കിൽ കമ്പനി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ ജോലിക്കാരുടെ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസേഷൻ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുക. കാരണം ഒരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ മിസ് പറയുകയാണ്, നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഒരു ഫാക്ടറി. ആ ഫാക്ടറിയിൽ കുറച്ച് ജോലിക്കാർ, അവിടെ സാലറിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡാറ്റ കളക്ഷൻസ് എടുക്കും. അതായത് ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ സാലറി, അങ്ങനെയല്ല ഉത്തരവാദിത്വം, കടമ, അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അനലൈസേഷൻ ചെയ്യും. നമ്മൾ അവരെ എന്ത് ചെയ്യും, ജസ്റ്റ് വിശകലനം ചെയ്യും അല്ലേ. അനലൈസേഷൻ ചെയ്തതിന് ശേഷം ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യും, അതായത് വ്യാഖ്യാനത്തിലേക്ക് പോകും നമ്മൾ. നെക്സ്റ്റ് ആണ് ഇൻ്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ പ്രസൻറ്റേഷനിലാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് വരുന്നത്, എവിടെയാണ്, ഈ പ്രസൻറ്റേഷനിലാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആകുന്നത്. ഇതൊരു ന്യൂമറിക്കൽ സയൻസ് ആണ്, സംഖ്യാപരമായ ശാസ്ത്രമാണ് നമുക്കറിയാം. കാരണം ചില സ്ഥലങ്ങളിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിസ് പെട്ടെന്ന് തന്നെ വേഗം തന്നെ നമ്മൾ എങ്ങോട്ട് സബ്ജക്റ്റിലേക്ക് പോയി. കാരണം മിസ് പെട്ടെന്ന് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് എക്സാമ്പിളായി എടുത്തത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പനിയിൽ എന്തെങ്കിലും അധികം സാലറി പ്രശ്നങ്ങളാണ്. നമ്മളെടുക്കുന്ന എക്സാമ്പിൾ സാലറി ഒരു പ്രോബ്ലമാണ്. ആ സാലറി പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസേഷൻ ചെയ്യുന്നു. ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ നന്നായി ജോലി ചെയ്യുന്ന, ഉത്തരവാദിത്വം കടമയോടുകൂടി ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യുന്നത് ആരാ നോക്കുന്നു, പിന്നെ സീനിയോറിറ്റി നോക്കുന്നു, പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഓരോ എംപ്ലോയീസിൻ്റെയും ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസേഷൻ ചെയ്യുന്നു, ആശയവിശകലനം ചെയ്യുന്നു. ആശയവിശകലനം എന്ന് പറയുമ്പോൾ ഇത് ശരി എന്താണ്, എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരെയും നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് എന്താണെന്ന് ഫുൾ ഡിസ്കസിലേക്ക് പോകുന്നു. മൊത്തത്തിൽ എല്ലാവരും ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നു. അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഒരു മെമ്പേഴ്സ് ഉണ്ടാവും, അവരാണ് ഓരോരുത്തർ കറക്റ്റായിട്ട് അവരുടെ ബയോഡാറ്റാസും അവരുടെ സീനിയോറിറ്റി, അവിടെ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം അവർ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് അവർ ഇൻ്റർപ്രിട്ടേഷൻ എത്തുന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു തീരുമാനത്തിലേക്ക്, ഇൻ്റർപ്രിട്ടേഷൻ മീൻസ് ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നു. മീൻസ് അവിടെ പ്രാക്ടിക്കൽ ആയിട്ടില്ല, ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുക ചെയ്യുന്നത്. വ്യാഖ്യാനത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തി എന്ന് പറയാം, ഇൻ്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് എത്തുന്നു പ്രസൻറ്റേഷൻ. അങ്ങനെ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആ വ്യാഖ്യാനത്തിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് എന്തായി, അവരുടെ ഡിസിഷൻ മേക്കിംഗ് അവർ പ്രാക്ടിക്കലി അവരെന്താക്കിയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടില്ലെങ്കിലും അവരൊരു ഇൻ്റർപ്രിട്ടേഷനിൽ എത്തിയിരിക്കും. ആ ഇൻ്റർപ്രിട്ടേഷനാണ് എങ്ങോട്ട് പോകുന്നത്, പ്രസൻറ്റേഷനിലേക്ക് പോകുന്നത് അല്ലേ. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഡാറ്റ ആദ്യം കളക്ട് ചെയ്യുന്നു, അനലൈസേഷൻ ചെയ്യുന്നു, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നു, പ്രസൻറ്റേഷൻ ചെയ്യുന്നു. പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്, മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുക മീൻസ് അത് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആക്കി അല്ലെങ്കിൽ ലോ ആക്കി മാറ്റുന്നു. അത് അവിടെ പ്രാക്ടിക്കലായിട്ട് ലോ ആയി മാറുന്നു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ. അപ്പം നമ്മളിവിടെ എന്താണ് നമുക്ക് സഹായകമായി മാറിയത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സയൻസ് ശാസ്ത്രം. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന്, അതാണ് ഡെഫിനേഷൻ. അതായത് ഇറ്റ്സ് എ ഡാറ്റ കളക്ഷൻ, ഇറ്റ്സ് എൻ അനലൈസ്. ഫസ്റ്റ് ഈസ് ഡാറ്റ കളക്ഷൻ, നെക്സ്റ്റ് അനലൈസേഷൻ, നെക്സ്റ്റ് ഈസ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് പ്രസൻറ്റേഷൻ ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കൂടാതെ
സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്ത് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് എന്നാണ് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ്, അതായത് സാമ്പത്തിക ശാസ്ത്രം. ഇറ്റ്സ് എ ന്യൂമറിക്കൽ സയൻസ് എന്ന് പറയുന്നു അല്ലേ, സംഖ്യാശാസ്ത്രം. മറന്നുപോലെ ന്യൂമറിക്കലാണ്. ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരിക? സംഖ്യകൾ അടങ്ങുന്ന. കാരണം നമ്മൾ നേരത്തെ ഒരു ഫാക്ടറി എക്സാമ്പിൾ പറഞ്ഞു, അവിടെ ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് സാലറിയാണ് നമ്മൾ എക്സാമ്പിളായി എടുത്തത്. അപ്പോൾ സാലറി വരുമ്പോൾ അവിടെ സംഖ്യ വരുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മൾ സംഖ്യാപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സയൻസാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ്, സംഖ്യാപരമായ ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് നോട്ട് എ ഡിസിപ്ലിൻ ബട്ട് എൻ ഓൾട്ടർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇറ്റ്സെൽഫ്. മനുഷ്യൻ്റെ ഓരോരോ പ്രവർത്തനത്തിൽ നമ്മൾ എന്തിനെ നമ്മൾ ആശ്രയിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സിനെ ആശ്രയിക്കുന്നു. Has been increasing the over of year. The olden years we are considered about the science of statecraft. It's regarded to protect and administrative active state by limiting of scope. നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രൊഡക്റ്റിൻ്റെയും നമ്മുടെ ഉൽപ്പാദനം, ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ ഉൽപ്പാദനം, ഉപഭോഗം, കൺസ്യൂമർ, അതിലൊക്കെ നമ്മൾ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്? സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതായത് എക്കണോമിക്സ്, സാമ്പത്തിക എലമെൻറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതേപോലെ തന്നെ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും, സാമ്പത്തിക ശാസ്ത്രവും അതിൻ്റെ സംഖ്യാപരമായ ശാസ്ത്രവും തമ്മിൽ അഭേദ്യമായ ഘടകമുണ്ട്. അതിൻ്റെ വേറൊരു ഭാഗം തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തും വരുന്നു? പ്രൊഡക്റ്റും വരുന്നു. പ്രൊഡക്റ്റിൽ വരുന്ന അളവുകൾ എത്ര, അതിനെന്തായാലും ഒരു എന്തുണ്ടാവും? കാൽക്കുലേഷൻസ് ഉണ്ടാവും. പ്രൊഡക്ട്സ് എത്ര വിൽക്കുന്നു, പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രത്തോളം, ഹൗ മെനി എന്നുള്ളൊരു കണക്ക് എന്തായാലും വരും. എത്രത്തോളം നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നു. മാർക്കറ്റിങ്ങിൽ പിന്നെ എന്താണ് നിർബന്ധമാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. മാർക്കറ്റിംഗ് വരണമെങ്കിൽ പ്രൊഡക്റ്റ് വേണം. പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാവുക? നമ്മുടെ എക്കണോമിക്സിൽ അല്ലേ. സാമ്പത്തിക ശാസ്ത്രത്തിൽ അതായത് നമ്മുടെ സാമ്പത്തികമായി ഗ്രോത്ത് വേണമെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം എന്നുള്ള അളവിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ എന്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. കാരണം ന്യൂമറിക്കൽ സയൻസ് നമ്മൾ പറഞ്ഞു, സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എത്രയാണ്, എങ്ങനെയാണ്, അതിനൊരു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അതിനെന്തുണ്ടാവും? കൗണ്ട് ഉണ്ട്, എണ്ണം ഉണ്ടാവും. അതിനെയാണ് അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എത്രത്തോളം അതിന് വാല്യുബിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, the meaning of statistics. The word statistics has been used in the variety of ways. Sometimes is used a plural sense and refer numerical statement in fact data. In other hands is used in a singular sense of study like any other mathematics, economics and instance. We are referred to a few statistics of country like therefore 932 female per 1000 males in India. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ എത്ര പുരുഷന്മാർക്ക് എത്ര അനുപാതത്തിലാണ് സ്ത്രീകൾ? ഓക്കെ, അതൊരു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇൻ ഇന്ത്യ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിളാണ് മിസ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എത്ര ശതമാനത്തിലാണ്, എത്ര അനുപാതത്തിലാണ് പുരുഷന്മാർക്ക് സ്ത്രീകൾ ഉള്ളതെന്നാണ് പറയുന്നത്. എത്രയാണ്? അതായത് 932 നമ്പറിലെ ഫീമെയിൽസ് പെർ എത്ര ശതമാനം ആളുകൾക്ക്? 1000 മെയിൽസ്. ഓക്കെ, ഇതാണ് അതായത് in India. Okay, per capita we are using the world statistics of plural sense. അതായത് വേൾഡ് ലോക സാമ്പത്തിക കണക്ക് ന്യൂമറിക്കൽ സംഖ്യാശാസ്ത്രത്തിൽ, ലോക സംഖ്യാശാസ്ത്രത്തിൽ പൊതുവേ ഇന്റർനാഷണലി ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെ നോക്കുമ്പോൾ എന്താണ്? ഇൻ ഇന്ത്യ 932% ഫീമെയിൽ പെർ 1000 മെയിൽസ്. അപ്പോൾ ഇതൊരു സംഖ്യാപരമായ കണക്കാണ് അല്ലേ, ഇതൊരു കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ.